ഈ സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്നത് അതിനിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്തിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയത്തിൽ കോൺഗ്രസിനെ തളച്ചിടാൻ CPM മനഃപൂർവ്വം മസാലക്കഥകൾ വിളമ്പുകയാണ്. കാര്യം CPMന് മനസ്സിലായി, അവരുടെ കറകളഞ്ഞ രണ്ടു നേതാക്കന്മാർ ജയിലിലായത്, അതും ഇന്ന് വരെ ഈ സംസ്ഥാനം കേൾക്കാത്ത തരത്തിലുള്ള കൊള്ളയുടെ പേരിൽ അവർ ജയിലിലായത് തീർച്ചയായും CPMന്റെ എല്ലാ തുറുപ്പുചീട്ടും കീറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൃത്യമായി പറഞ്ഞാൽ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഉറച്ച CPM അണികൾ പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ മണ്ഡലകാലത്ത് CPMനെതിരെ നടക്കുന്നത് വലിയ പ്രതിഷേധങ്ങളാണ്. അപ്പോഴും മാങ്കൂട്ടം വിഷയം മാത്രം മുന്നിലിട്ട് CPM കളിക്കുന്ന നാറിയ കളികളുണ്ട്. ആ കളികളെ മുച്ചൂട് തകർക്കുകയാണ് ഷാഫി പറമ്പിൽ. കോൺഗ്രസ് സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് എന്ന് ഇന്നലെ വോട്ട് രേഖപ്പെടുത്താൻ വന്നപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഒന്നൊന്നര പറച്ചിലുണ്ട്. ഒന്നോർക്കണം, ഗുരുവായൂർ MLA PT കുഞ്ഞഹമ്മദിനെതിരെയുള്ള പീഡന കേസ് പുറത്തിറക്കാതെ മുഖ്യമന്ത്രി പൂഴ്ത്തിവെച്ചത് 2 ആഴ്ചയാണ്. അതടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പുറത്തു വന്നപ്പോൾ വീണ്ടും CPMന് അടിതെറ്റി. അവിടെയാണ് തനിക്കെതിരെ കൂർപ്പിച്ചു വെച്ച എല്ലാ അമ്പുകളെയും ഷാഫി തിരിച്ചയക്കുന്നത്. ആ രംഗങ്ങൾ കാണാം. 50% പോളിംഗും വർദ്ധിച്ചു. UDFന്റെ സീറ്റുകളും ഭരണസമിതികളും വർദ്ധിക്കുകയും ചെയ്യും. കേരളത്തിലുടനീളം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF കഴിഞ്ഞ തവണത്തേക്കാളും വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന യാഥാർത്ഥ്യം. എവിടെ ചെന്നാലും പ്രോഗ്രാംസിനായാലും ക്യാമ്പയിനാണെങ്കിലും ഒക്കെ UDF ക്യാമ്പുകൾ വളരെ സജീവമായിരുന്നു. മാത്രമല്ല പലയിടങ്ങളിലും BJP CPM ഡീല് പോലും പലയിടങ്ങളിലും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ജനങ്ങൾ UDFന് അനുകൂലമാണെന്ന് കാണുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നലെ ഇവിടെ കല്ലേക്കാടുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പോലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രൈമാണ്. കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു കുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ. ഒരു ന്യായീകരണവും ഇല്ലാത്ത, അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റിന്റെ വീടിൽ ഇവരുടെ അക്രമത്തെ ഭയന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രക്ഷാർത്ഥം ഓടിച്ചെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ മുമ്പ് വലിയ കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണിന് പരിക്ക് പറ്റി കോയമ്പത്തൂർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതിന് മുമ്പ് ഇവരുടെ വാഹനം CPM പ്രവർത്തകർ തല്ലി തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലി പൊളിച്ചു. ഇപ്പം BJP പ്രവർത്തകർ അക്രമം നടത്തി കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തിൽ UDFന് അനുകൂലമായൊരു ജനവിധി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിരിക്കും. ന്യായീകരിക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത്. ജനങ്ങളുടെ മുമ്പിൽ പാടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവർക്ക് വോട്ടിനെ അധികം ഫെച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെയും ഫ്രസ്ട്രേഷൻ അക്രമത്തിലൂടെ UDFന്റെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ തീർക്കുകയാണ്. പോലീസ് ആണെങ്കിൽ ഇത്തരം കേസുകളിൽ ഇപ്പം പേരാമ്പ്ര ഇഷ്യൂ വരെ നിങ്ങൾക്കറിയാം, എന്ത് അതിക്രമം നടത്തിയാലും അതിനെ സംരക്ഷിക്കാൻ പോലീസോ അതിന്റെ തലപ്പത്ത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകൾക്കാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നത്, അവർക്കാണ് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത്. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനും വോട്ട് തേടാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഈ കാലത്ത് പിന്നെയും പറയേണ്ടി വരും. ഇവിടെ SIR ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് അക്രമത്തിലൂടെ ഇപ്പോഴും ഈ ശിലായുഗത്തിലാണ് ഇവർ. ഇപ്പോഴും അക്രമത്തിലൂടെ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പോലീസ് എടുക്കണം. 1 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുന്ന ക്രൂരത നടത്തിയവരാരോ അവരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിന്റെ സ്റ്റാൻഡ് പാലക്കാട്ടെ പാർട്ടി ആലോചിച്ച് തുടർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരിക്കും. നഗരഭരണം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. നഗരത്തിലെ BJP ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് പോലും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, അവരുടെ അകത്തെ തർക്കങ്ങൾ അത് ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി. ഒരു പാർട്ടിക്കകത്ത് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് ചെയർപേഴ്സന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ അനിശ്ചിതാവസ്ഥയൊക്കെ ആളുകൾക്ക് അറിയാം. അപ്പം ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവര് അധികാരത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയോ അതേ കാരണങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ്. അതേ അവസ്ഥ ഇപ്പോഴും പാലക്കാട് തുടരുകയാണ്. ആ അവസ്ഥക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനത
തീർച്ചയായിട്ടും പാലക്കാട് UDF-ന് അനുകൂലമായി വിധി എഴുതുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചത് രാഹുൽ വിഷയത്തിൽ സ്ത്രീ വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി പോൾ ചെയ്യുന്നുള്ളതാണ് അവരുടെ പ്രതികരണം. അതായത് പാലക്കാട് നഗരസഭയിലെ രാഹുലിനെ രാഹുലായിരുന്നു ഏറ്റവും അധികം വാർഡുകളിൽ വീടുകളൊക്കെ കയറി ഇറങ്ങിയും പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് UDF-ന് തിരിച്ചടിയാവും എന്നുള്ളതാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. അല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് ഈ നഗരഭരണത്തിന്റെ പോരായ്മകളാണ്. ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ടതും ചർച്ചയായതും ആ പോരായ്മകൾ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല. എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിയമപരമായ കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് നഗരഭരണത്തിന്റെ വീഴ്ചകളാണ്, സംസ്ഥാന ഭരണം നടത്തുന്ന വീഴ്ചകളാണ്, ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത CPM-ന്റെ അണികൾക്കോ അതിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും യോജിപ്പില്ലാത്ത തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യന്റെ സ്വർണം കവർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ അതൊക്കെയാണ്. അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക, അതനുസരിച്ചായിരിക്കും കേരളത്തിലെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ. രാഹുലിനെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം സ്വീകരിച്ചത്. ഇന്ന് അടക്കം പറഞ്ഞത് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ മാധ്യമ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല. മറ്റ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. ആ വിഷയത്തിൽ KPC പ്രസിഡന്റ് ഇതേ പറഞ്ഞ KPC പ്രസിഡന്റ് തന്നെയാണ് തനിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതും ആ പരാതിയുടെ മേലെ നടപടിയെടുത്തോളാൻ DGP-യോട് ആവശ്യപ്പെട്ടതും. അതേ KPC പ്രസിഡന്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്കും പോയത്. ഇപ്പൊ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളെ, പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകളെ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്ന് വെച്ചാൽ മന്ത്രിസഭയിലും MLA-മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം. എന്നിട്ട് വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ. പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പത്മകുമാറിനെ പോലൊരാൾ ശബരിമല കൊള്ളയിൽ അകത്തായിട്ട് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എന്താണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള നടപടി? ഒരു നടപടി അവർ കാണിക്കട്ടെ. എന്ത് നടപടിയാണ് പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ചത്? ഇതിപ്പോ കോടതി മേൽനോട്ടത്തിലുള്ള SIT ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇനി അതും വേണ്ട, കോടതി ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് തന്നെ പുറത്തു വരുമായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അകത്ത് തന്നെ വേറെ ഒരു പരാതി കിട്ടി. നിമിഷ നേരം കൊണ്ട് കൈമാറലില്ല, നടപടികളില്ല, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കലില്ല, സെർച്ച് വാറണ്ട് ഇല്ല. അപ്പൊ അതിനൊക്കെ എന്ത് ന്യായീകരണമുള്ളത്? ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ CPM പ്രവർത്തകൻ പോലും പ്രയാസപ്പെടുന്നത് അവരുടെ ഗവൺമെന്റിന്റെ ചെയ്തികളുടെ പേരിലാണ്. ഇപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും ശ്രീ KC വേണുഗോപാലിനോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ രണ്ടുപേരും മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു സംവാദമാവാം, സമയവും സ്ഥലവും മുഖ്യമന്ത്രി തീരുമാനിച്ചോ. ഓരോ വിഷയത്തിലുമുള്ള ഞങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി, അല്ലെങ്കിൽ അവർ പറയുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുമായി സംവാദമാവാം. അപ്പൊ മുഖ്യമന്ത്രി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അജണ്ടകൾ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും അധികാരത്തിന്റെ ധിക്കാരവും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആ ശബരിമല സ്വർണ്ണക്കൊള്ള അല്ല ചർച്ചയാവുക, രാഹുൽ വിഷയമാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാൽ ഉണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക. മറ്റു വിഷയത്തിലൊരു അജണ്ട ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. ഒരാളെ, ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു.
താൽക്കാലിക സസ്പെൻഷനിലോ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ. ഇനി ചെയ്യേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇനി തീരുമാനിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി ചെയ്യേണ്ട ആ MLA ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ. എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ്. അയാൾക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവില്ല, അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. എന്നിട്ട് അത് അജണ്ടയല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാ, ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ? ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണം സ്വത്തും കാക്കാനാണ്. ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, അത് നേരത്തെ അറിഞ്ഞിട്ട്, അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വെച്ചിട്ട്, അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട്, പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള ആളുകളുടെ പേര് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ, പഴയ MLA യിൽ, പഴയ ഏരിയ സെക്രട്ടറിയിൽ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട്, ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ഒരിടത്ത് നിന്ന് പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ, അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി ഒരു അജണ്ട തന്നെയാണ്. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങൾ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും, കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി. ഇനി ചെയ്യാനിരിക്കുന്നവർ കൂടി UDF വോട്ട് നൽകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.